ഗായ്സ്, വെൽക്കം ബാക്ക് ടു അശ്വമേധ. അപ്പോൾ നമ്മളിന്ന് എൻ്റെ വീട്ടിലുള്ള ജൈവ കൃഷിയെല്ലാം കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വേറെ ഒരു കെമിക്കലായിട്ടുള്ള ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ പശുവിൻ്റെ ചാണകം ഉണക്കിയാണ് ഇതിനെല്ലാം വിടുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പയറൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈം ഞാനും എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയുമായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കാണാം. ഫസ്റ്റായിട്ട് ഞങ്ങളുടെ പയറാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ പയർ നല്ലതാണ്, നമുക്ക് നമ്മുടെ പച്ചയോടെ വേണമെങ്കിൽ പയർ കഴിക്കാം. നമ്മുടെ പയർ നമുക്ക് പച്ചയോടെ കഴിക്കാം. അപ്പോൾ ഇവിടെ ഇടയിലിടയിൽ നമ്മൾ ചീരയെല്ലാം നട്ടിട്ടുണ്ട്. അടുത്ത് ഇത് 5 സെൻറ്റിമീറ്റർ വരും. ഇത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇല്ലാണ്ടായി നമുക്ക് പച്ചയോടെ വേണമെങ്കിൽ കഴിക്കാം. അടുത്ത് നമ്മൾ ഈ മരിച്ചിനിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചിനി ഇതാണ് നമ്മുടെ മരിച്ചിനി ഇല. മരിച്ചിനി നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബനാന തോട്ടം എല്ലാം നിറയെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ പയർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വാഴത്തോട്ടമാണ്. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഇത് ചെയ്യുന്നത്. അച്ഛൻ LIC എന്നാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛന് ഫ്രീ ടൈം കിട്ടുമ്പോൾ അച്ഛൻ ഈ ജോലികളെല്ലാം നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴത്തോട്ടം. നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വാഴ. ഇതിലുള്ള നല്ല പഴങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് കൂമ്പ് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. പിന്നെ വാഴയ്ക്കകത്ത് തന്നെ ഒന്നുണ്ട്, വാഴ തടയുണ്ട്. അപ്പോൾ തട വെച്ച് നമുക്ക് തടയും കൂട്ടാനായിട്ട് കഴിക്കാൻ പറ്റും. അടുത്ത ഇതിൽ ചിലതിലെല്ലാം ജെല്ലി പോലത്തെ ഒരു സാധനം വെളി വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം വന്ന് അതിൻ്റെ അകത്ത് പുഴു വന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നതിനാണ്. കാച്ച ഇതിലൊക്കെയാണ് ഇങ്ങനെ ജെല്ലി പോലെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കല്ലിപ്പ് വെച്ചാൽ മതി, അത് പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മുടെ വാഴ ഒന്ന് നല്ലതാണ് വളരാൻ. കൂടാതെ മഴ സമയത്തൊക്കെ വേണം ഈ എന്താ പറയുക നമ്മുടെ ഓരോ ഇല വയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് കാണാം. ഇവിടെയെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു മരച്ചിനെല്ലാം നട്ടു വെച്ചിട്ടാണ്. അടുത്ത് ഇതെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അടുത്ത് കാന്താരിയുണ്ട്. കാന്താരി അടുത്ത് ഇവിടെ വെച്ചത്. ഇതാണ് നമ്മുടെ മുരിങ്ങ. ഇതും നല്ലൊരു ബെനിഫിറ്റാണ്, ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും നമുക്ക് വെള്ളത്തിലും പിന്നെ വെള്ളത്തിൽ ഇട്ട് കുടിക്കാം. അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന സമയം നമ്മൾ ഈ ഒന്നും ഇടാതെ ഞാൻ കഴിക്കുന്നത്. വെറുതെ ഉള്ളി മാത്രം ഇട്ട് കഴിക്കാം. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടാൽ നല്ലൊരു യൂസാണ് നമുക്ക്. അടുത്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.